CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. മുതിർന്ന നേതാവ് വിമൻ ബസു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. അതിനിടെ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച് കോൺഗ്രസിൽ പ്രമേയം അവതരിപ്പിക്കും. അധിക വരുമാനം കണ്ടെത്താനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നും പ്രമേയത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അല്പസമയങ്ങൾക്ക് മുമ്പ് CPIM 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് നിർവഹിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ചർച്ചകളിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ സംഘടനാ റിപ്പോർട്ടുള്ള ഏകദേശ രൂപങ്ങൾ പുറത്തു വന്നിരുന്നു. കൃത്യമായും തെലങ്കാന ഒപ്പം പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നല്ല രീതിയിൽ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലേക്ക് പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ അടിത്തട്ടിൽ പാർട്ടി വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. അതിനൊരു പുനരുജ്ജീവൻ നൽകുന്നതിന് ആവശ്യമായ നടപടികളോ തിരുത്തൽ രേഖകളോ കൃത്യമായി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിൽ വലിയ തരത്തിലുള്ള വീഴ്ച വരുത്തിയ തരത്തിലാണ് സംഘടനാ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചു പോകുന്നത്. അതേസമയം സംഘടനാ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇനി വരാൻ പോകുന്ന നാളുകളിൽ BJPക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം തുടങ്ങണം. അത്തരത്തിലൊരു പോരാട്ടത്തിലൂടെ മാത്രമേ ഒരു എതിർ ശക്തിയായി CPIMന് ഇന്ത്യയിൽ വളർന്നു ഉയരുവാൻ കഴിയുകയുള്ളൂ. അതിനുള്ള തരത്തിൽ PB അംഗങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഒപ്പം കൽക്കട്ട പ്ലീനം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കുന്ന കാര്യത്തിൽ PB അംഗങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ട്. ഒപ്പം ഈ കൽക്കട്ട പ്ലീനവുമായി ബന്ധപ്പെട്ട് തെറ്റുതിരുത്തൽ നയരേഖകൾ പാർട്ടി ജില്ലാതലങ്ങളിൽ ചർച്ചയാക്കാത്തതും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ പാർട്ടിക്ക് ഉള്ള വീഴ്ചകളെ എടുത്തു കാണിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ 24-ാം പാർട്ടി കോൺഗ്രസുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും ഇതിന്മേൽ വലിയ തരത്തിലുള്ള ചർച്ച ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അതിൽ വ്യക്തമാക്കുന്നതും. അതേസമയം സംസ്ഥാനത്ത് ഉള്ള പ്രവർത്തനങ്ങൾക്ക് കാര്യമായ രീതിയിൽ എതിർപ്പുകളോ വിയോജിപ്പുകളോ ഇല്ല എങ്കിൽ പോലും സംസ്ഥാനത്തെ സർക്കാരിൻ്റെ നീക്കങ്ങളെ വളരെയധികം നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഒരു പ്രത്യേക പ്രമേയം തന്നെ അവതരിപ്പിക്കുവാൻ കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനമായിട്ടുള്ളത്. അത് പ്രത്യേകിച്ചും ഈ പ്രത്യേക സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന നയരേഖയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ്, പ്രമേയം തന്നെയായിരിക്കും കൃത്യമായും പാർട്ടിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും. ഒപ്പം CPIM നേതൃത്വം നൽകുന്ന ഇടത് മുന്നണി സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെയുണ്ട്. എന്തായാലും ഇന്ന് ഇപ്പോൾ രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടങ്ങും. പ്രമേയം അല്പസമയത്തിനുള്ളിൽ തന്നെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കും. അതിന് തൊട്ട് പിന്നാലെ ചർച്ചയിലേക്ക് കടക്കും. സംഘടനാ റിപ്പോർട്ട് ഇന്നില്ല, 5-ാം തീയതി ആയിരിക്കും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഉണ്ടാവുക. എന്തായാലും മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം പോളിറ്റ് ബ്യൂറോയിലെ 17 അംഗങ്ങളിൽ 7 പേർ പ്രായപരിധി കണക്കിലെടുത്തുകൊണ്ട് PBയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അതിന് പകരം 7 പേരെ കണ്ടെത്തണം. സംസ്ഥാനത്ത് നിന്ന് ആരൊക്കെ ആ ലിസ്റ്റിൽ പെടും എന്നുള്ള കാര്യവും വലിയ ചർച്ചയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം പോളിറ്റ് ബ്യൂറോയിൽ നിലവിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ പോലും അതിൽ ഇനി അംഗസംഖ്യ കൂട്ടാൻ കഴിയുമോ? അതേസമയം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് പ്രായപരിധി കഴിഞ്ഞുവെങ്കിൽ പോലും ഇന്ത്യയിലുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പരിഗണനയും ഒപ്പം പാർട്ടിയുടെ സമുന്നതനായ നേതാവ് എന്ന പദവി നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ PBയിൽ നിലനിർത്തും. അതേസമയം പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി തുടങ്ങിയവരൊക്കെ തന്നെ പ്രായപരിധി 75 വയസ്സ് എന്നുള്ളത് പിന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്തേക്ക് പോകും. അവർക്ക് പകരം ആരൊക്കെയായിരിക്കും വരിക എന്നുള്ളതാണ് ഇനി ശ്രദ്ധയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നേതാവായ K. രാധാകൃഷ്ണൻ, ഒപ്പം മുൻ മന്ത്രിയും MLAയുമായ ശൈലജ ടീച്ചർ തുടങ്ങിയവരൊക്കെ തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്താൻ അർഹതയുള്ളവരാണ്. ഇവരാരുടെ പേര് പരിഗണിക്കപ്പെടും എന്നുള്ളതൊക്കെ തന്നെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള നീക്കങ്ങളാണ് അടുത്തതായുള്ളത്. കേന്ദ്ര കമ്മിറ്റിയിലും ഒട്ടനവധി നേതാക്കന്മാർ പ്രായപരിധി കഴിഞ്ഞവരുണ്ട്. അവരെയൊക്കെ തന്നെ മാറ്റി പുതിയ ആളുകൾ എത്തേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പുതുതലമുറ കേന്ദ്ര കമ്മിറ്റിയിലേക്കും അപ്പോൾ PBയിലേക്കും എത്തപ്പെടും എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും സംഘടനാപര റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും രാഷ്ട്രീയ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലുമൊക്കെ വലിയ തരത്തിലുള്ള ചർച്ച ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.